കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട് പത്രമാധ്യമങ്ങളിലെല്ലാം ഒരു വാർത്തയുണ്ടായിരുന്നു. ഒരു ഡാമിനുള്ളിലെ വെള്ളം വറ്റിത്തീർന്നപ്പോൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ക്ഷേത്രം കാണപ്പെട്ടു എന്നുള്ളത്. ഈ വാർത്ത കേട്ട് അത് കാണാനുള്ള ആകാംക്ഷയോടുകൂടി നേരെ തമിഴ്നാട്ടിലേക്ക് വെച്ചുപിടിച്ചു. ഈ സംഭവം നടന്നത് തമിഴ്നാട്ടിലാണ്. അവിടെ ചെന്നപ്പോഴാണ് കാര്യങ്ങളത്ര ശരിയല്ല എന്ന് മനസ്സിലായത്. പിന്നീട് എന്താണ് സംഭവിച്ചതെന്നറിയണ്ടേ? തമിഴ്നാട്ടിലെ ഈറോഡ് ജില്ലയിലാണ് ഈ ഒരു സംഭവം നടന്നത്. അതായത് ഈറോഡ് ജില്ലയിലെ പ്രധാന ജലസ്രോതസ്സായ ഭവാനി സാഗർ ഡാം ഈ പ്രാവശ്യത്തെ വരൾച്ചയെ തുടർന്ന് വറ്റിപ്പോയി. അതോടുകൂടി ഡാമിൻ്റെ മധ്യഭാഗത്തായിട്ട് ഇവിടെ ഇന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ മധ്യഭാഗത്ത് 750 വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രമുണ്ട്. എന്തായാലും ഈ ക്ഷേത്രം നമുക്ക് കാണാനായിട്ട് ദൂരെ നിന്ന് കാണാനായിട്ട് സാധിച്ചുള്ളൂ. അങ്ങോട്ട് പോകാനായിട്ട് നമുക്ക് പെർമിഷൻ കിട്ടിയില്ല. ഈ സ്ഥലം കാണാൻ പോയത് ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും കൂടിയാണ്. കോയമ്പത്തൂരുള്ള കൂട്ടുകാരൻ്റെ പേരാണ് ധന. അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലാണ് ധന ദ വ്ളോഗർ. അപ്പോൾ ആ ചാനലും കൂടെ നിങ്ങൾ സബ്സ്ക്രൈബ് ഷെയർ ചെയ്യുക. അദ്ദേഹം നല്ലൊരു വ്ളോഗർ കൂടിയാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾ ഗൂഗിൾ മാപ്പിലൂടെ എല്ലാം ചെക്ക് ചെയ്ത് കയറി നോക്കി എങ്ങനെയെങ്കിലും അവിടെ എത്താൻ പറ്റുമോ എന്നുള്ളത്. പക്ഷേ അവിടെ എത്താനായിട്ട് ഒരു വഴിയില്ല. കാരണം ഡാമിലെ വെള്ളം വറ്റിയതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും കുണ്ടും കുഴിയായിട്ട് കിടക്കുകയാണ്. ബൈക്ക് ഒരു പരിധിവരെ മാത്രമേ പോവുകയുള്ളൂ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകാം എന്ന ഒരു പാതി മനസ്സോടുകൂടി നിന്നപ്പോഴാണ് അവിടെയുള്ള ഒരു ചേട്ടൻ പറഞ്ഞത്, ഇതിൻ്റെ തൊട്ടടുത്തൊരു സ്ഥലമുണ്ട്, സിത്തൻകുട്ട എന്ന് പറഞ്ഞാണ് ആ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ എന്നറിയപ്പെടുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയായിരിക്കും കാണാൻ. ഈ ഡാമിൻ്റെ ഒരു ഏകദേശം നല്ലൊരു വ്യൂ നിങ്ങൾക്ക് അവിടെ നിന്ന് കാണാൻ സാധിക്കും. എന്തായാലും ആ ചേട്ടന് ഒരു നന്ദിയും പറഞ്ഞ് ഒരു 50 രൂപയും ഞങ്ങൾ കൊടുത്തിട്ട് ഞങ്ങൾ അവിടുന്ന് നേരെ സിത്തൻകുട്ടയ്ക്ക് വെച്ചു പിടിച്ചു. Red lights, driving at night, windowless ride, feeling alive, nothing in sight, forever in flight, follow those lines, we'll make it this time, blurry street lights, work as a guide to memories that we're making tonight, oh yeah, we'll make it tonight, yeah. I'll do anything that I feel like I wanna do, I'm living life like I got nothing left to prove, no end in sight, just always staying on the move, I'll go all night, if that's just what I gotta do. Life's too short to care about what you can't afford, memories are in what you explore, so just don't be ignored, go ask for more, go ask for more, 'cause I've been living life right. ഭവാനി സാഗർ ഡാമിൻ്റെ റിസർവോയർ പ്രദേശമാണ് സിത്തൻകുട്ട എന്നറിയപ്പെടുന്ന ഈ ഒരു സ്ഥലം. അതായത് ഭവാനി സാഗർ ഡാമിൻ്റെ മുഴുവൻ ഭംഗിയും ഒറ്റ ക്യാൻവാസിൽ കാണണമെങ്കിൽ സിദ്ധൻകുട്ട എന്നറിയപ്പെടുന്ന ഈ ഒരു സ്ഥലത്ത് വന്നാൽ മതി. ഇവിടെ ഡാമൊക്കെ വറ്റിയത് കൊണ്ട് ഇങ്ങനെ ചതുപ്പ് പോലെ കിടക്കുകയാണ്. അപ്പോൾ ബൈക്കിലൊക്കെയാണ് വരുന്നതെങ്കിൽ അല്പം ശ്രദ്ധയോടുകൂടി വേണം ഇങ്ങോട്ട് കയറി വരാനായിട്ട്. ഇതിന് ചുറ്റുവട്ടത്തൊക്കെ ധാരാളം
കൃഷികളൊക്കെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ കൊട്ടവഞ്ചി കിടപ്പുണ്ട്, അതിൽ കുറച്ച് ദൂരമൊക്കെ പോകാനായിട്ട് സാധിക്കും. വൈകുന്നേരങ്ങളിൽ മാത്രമാണ് ഈ ഒരു അവസരം ലഭിക്കുന്നത്. പകൽ സമയങ്ങളിൽ ഇവിടെയുള്ള ആൾക്കാർ മുഴുവൻ അടുത്തുള്ള ഗ്രാമങ്ങളിലെല്ലാം പണിക്ക് പോകും. അതുകൊണ്ട് വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ കുറച്ച് ദൂരമൊക്കെ കുട്ടവഞ്ചിയിലായിട്ട് പോകാനായിട്ട് സാധിക്കും. എന്തായാലും ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ നിന്ന് അമ്പലം കാണാൻ പോകണമെങ്കിൽ ഇവർ പല റേറ്റുകൾ പറയും, 3000 5000 ഒക്കെ പറയുന്നവരുണ്ട്. എന്തായാലും പോകാതിരിക്കുക. പോയി കഴിഞ്ഞാൽ ഇല്ലീഗൽ ട്രസ്പാസസ് ആണ്, നമ്മളെ അവർ പിടിച്ച് അകത്തിടും. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് ഭവാനി സാഗർ ഡാമിൻ്റെ റിസർവോയർ പ്രദേശമായ സിദ്ധൻകുട്ട എന്ന ഈ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ഈ ഒരു പ്രകൃതി ഭംഗി മുഴുവൻ നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കും. എന്തായാലും പോയ കാര്യം നടന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടന്നില്ല എന്നുള്ളതാണ് അതിനുള്ള ഉത്തരം. അതിന് പകരം നല്ലൊരു പ്രകൃതി ഭംഗി ആസ്വദിക്കാനായിട്ട് സാധിച്ചു. ചില യാത്രകളൊക്കെ ഇങ്ങനെയാണ്, ചിലത് നടക്കും, ചിലത് നടക്കത്തില്ല. എന്തായാലും ഈ ഒരു സ്ഥലത്ത് നിങ്ങൾ വരുവാണെങ്കിൽ അല്ലെങ്കിൽ കാണാൻ പോവുകയാണെങ്കിൽ പ്രത്യേക പെർമിഷനൊക്കെ എടുത്തുകൊണ്ട് മാത്രമേ പോകാവുള്ളൂ. അല്ലാതെ പത്രമാധ്യമങ്ങളിലെ വാർത്ത കണ്ടുകൊണ്ട് വിട്ടു പോകരുത്. പോയി കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു യാത്രാ എപ്പിസോഡുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ബൈ.